ഇന്ന് ബിഗ് ബോസ് അർജുനന് നല്ലൊരു താക്കീത് കൊടുത്തു. ഇന്ന് ബിഗ് ബോസിൽ നടന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണത്. ജിൻഡോ, ഋഷി, അർജുൻ, ശ്രീതു ഇവർ 4 ആളും കൂടി ഡൈനിങ് ടേബിളിനടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിൻഡോയ്ക്ക് ബോഡി പെയിൻ ഉള്ളതിനാൽ കൈയും കാലും ഒക്കെ അർജുൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഇങ്ങനെ ഞെക്കി മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഞെക്കി മസാജ് ചെയ്യുന്നതിനിടയിൽ കൈയൊക്കെ പിടിച്ച് പുറകോട്ടേക്ക് വലിച്ച് അങ്ങനെ ഓരോരോ രീതിയിൽ അർജുൻ ജിൻഡോ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഓരോന്നും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ കുറേ നേരം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. മസാജിനിടയിൽ ജിൻഡോയെ നിലത്ത് കിടത്തിയിട്ട് ജിൻഡോയുടെ കാലിൻ്റെ മുട്ടിന് മുകളിലുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ചവിട്ടി മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അർജുനാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോഴത്തേക്കിന് ചേട്ടന് വേദനിക്കില്ലേ എന്ന് ചോദിച്ചിട്ട് ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേദനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് കരുതിയിട്ട് ചോദിച്ചിട്ട് ശ്രീതു കയറി കാലിന് മസാജ് കൊടുക്കുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്ക്. അപ്പോൾ ജിൻഡോ ശ്രീതു കയറിയപ്പോഴത്തേക്കിനും പറഞ്ഞ് നീ കയറിയിട്ട് വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്, ചേട്ടാ വേദനിക്കുന്നുണ്ടാന്ന്. അപ്പോൾ പറഞ്ഞ് നീ കയറിയിട്ട് വേദനിക്കുന്നൊന്നുമില്ല, തന്നെയല്ല നിനക്ക് വെയിറ്റേ ഇല്ല, ഭാരം അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇത് ശ്രദ്ധിച്ചിട്ടെന്നാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് വിളിച്ചിട്ട് അർജുനെ വിളിച്ചിട്ട് ചോദിച്ച് അർജുൻ ഫിസിയോതെറാപ്പി പഠിച്ചിട്ടുണ്ടോയെന്നു. അർജുൻ അപ്പോഴത്തേക്കും പറഞ്ഞ് ആദ്യം ഇല്ലെന്നാണ് ആൻസർ പറഞ്ഞത്, പിന്നീട് കുറച്ചെന്ന് പറഞ്ഞ്. ഇതിനിടയിൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഫിസിയോതെറാപ്പി പഠിച്ചതെന്ന്. പിന്നീട് ബിഗ് ബോസ് തന്നെ പറഞ്ഞ് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ബിഗ് ബോസിനോട് അർജുൻ വളരെ പെട്ടെന്ന് സോറി പറഞ്ഞു. ബിഗ് ബോസിൻ്റെ ശബ്ദം കേട്ടപാടെ ശ്രീതു താഴെ ഇറങ്ങി. പക്ഷേ എന്തായിരുന്നാലും കൊള്ളാം. ഇന്നത്തെ രാവിലത്തെ ഈ ഒരു സീൻ വളരെ എന്താ പറഞ്ഞാൽ ആൾക്കാർക്കൊരു മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. ശരിക്കും ഈ മറ്റുള്ള ക്ഷുദ്രജീവികളെ പോലെയുള്ള കുറേ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടായിരുന്നു ആദ്യം ശ്രീതുവും പിന്നെ അർജുനും ഒക്കെ ജിൻഡോയോട് മോശമായിട്ട് പെരുമാറി അകലം പാലിച്ച് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരൊക്കെ വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് ജിൻഡോയോട് പെരുമാറുന്നത്. ശരിക്കും പറഞ്ഞാൽ പാഷാണം വെക്കാൻ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരാണ് ജിൻഡോയിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റിക്കൊണ്ടിരുന്നത്. അത് എന്തായാലും ഒരു നല്ല ചേഞ്ചാണ്. ശരിക്കും പറഞ്ഞാൽ ജിൻഡോ കുറേ അധികം മനപ്രയാസം പിടിച്ചാണ് ഈ ഗെയിമിലുടനീളം കണ്ടിട്ടുള്ളത്. ഒരുപാട് പേരുടെ ആക്ഷേപവും അവഗണനയും പല വിധത്തിലുള്ള അപമാനങ്ങളും ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ജിൻഡോ. അപ്പോൾ ജിൻഡോയെ ആവശ്യത്തിന് മറ്റുള്ളവരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജിൻഡോയെ ചൊറിയുമ്പോഴാണ് കൂടുതലും ജിൻഡോ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഈ സീനിൽ വളരെയധികം സന്തോഷം തോന്നിയൊരു ഭാഗമാണ്. ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു വാണിംഗ് കിട്ടിയെങ്കിലും ശരിക്കും അർജുൻ ഇന്ന് ആത്മാർത്ഥമായിട്ടാണ് ജിൻഡോയ്ക്ക് അതെല്ലാം ചെയ്തു കൊടുത്തത്. വളരെ അടുത്ത് നിന്ന് നല്ല രീതിയിലാണ് വളരെ സിൻസിയറായിട്ട് അർജുൻ അത് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ഋഷിയും ശ്രീതു അടുത്തിരിപ്പുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി. എന്താ പറയുക, ജിൻഡോയ്ക്ക് ഒന്നുമില്ലേ മെൻ്റൽ സപ്പോർട്ട് ഇങ്ങനെ കുറച്ചെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും നാളും ബി ഹൗസിലെ എല്ലാവരാലും അപമാനിക്കപ്പെട്ടൊരു വ്യക്തിയാണ് ജിൻഡോ. എല്ലാവർക്കും കയറി മെഴുകാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ഇത്രയും നാളും തോന്നിയിരുന്നത്. ജിൻഡോ പ്രതികരിക്കാറുണ്ട്, പക്ഷേ ജിൻഡോ ഗെയിമിനെ മാനിച്ചിട്ടെന്നോണം ആയിരിക്കണം ഒരുപക്ഷെ കൺട്രോൾ ചെയ്ത് നിന്നിട്ടുള്ള. നേരെ മറിച്ച് പുറത്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഞാനൂല് പോലുള്ള ഒരു പയ്യൻ്റെ അടുത്ത് പോലും നമ്മൾ എന്തെങ്കിലും ഒരു എതിർത്ത് പറഞ്ഞാൽ അവൻ വളഞ്ഞു തുള്ളി ഏതാണ്ട് എസ് പോലെ ആയിട്ട് നമ്മുടെ നേരെ കൊടുവാളുമായിട്ട് വരും. ഇന്ന് അർജുനൻ്റെയും ശ്രീതുവിൻ്റെയും ഋഷിയുടെയും ജിൻഡോയോടുള്ള പെരുമാറ്റം എനിക്ക് വളരെയധികം സന്തോഷം തന്നു. ഞാൻ ഈ 24/7 ഇത് തുടങ്ങിയത് അന്ന് മുതൽ കാണുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഇന്ന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. പലപ്പോഴും ജിൻഡോയുടെ കാര്യത്തിൽ സങ്കടമായിരുന്നു. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്